ഗ്രാമത്തിൽ വളരെ കഠിനാധ്വാനിയായ ഒരു കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പറമ്പിൽ നന്നായി വളരാൻ സാധ്യതയുള്ള ഒരു കൂട്ടം കപ്പക്കൊമ്പുകൾ, പൂളക്കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി കർഷകന് ദൂരയാത്ര പോകേണ്ടതായി വന്നു. സ്വന്തം ജോലികൾ ചെയ്യാൻ ആരെ ഏൽപ്പിക്കുമെന്നാലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടുത്തുള്ള വനത്തിൽ നിന്ന് വന്ന ഒരു സംഘം കുരങ്ങന്മാരിലേക്കെത്തി. കർഷകൻ കുരങ്ങന്മാരെ വിളിച്ചു കാര്യം പറഞ്ഞു. ഞാൻ യാത്ര പോവുകയാണ്. ഞാൻ തിരികെ വരും വരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കപ്പക്കൊമ്പുകൾ നിങ്ങൾ നിലത്ത് നടണം. എന്നിട്ട് അവയ്ക്ക് വേര് വരുന്നതുവരെ മുടങ്ങാതെ വെള്ളമൊഴിക്കണം. ബുദ്ധിമാന്മാരാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന കുരങ്ങന്മാർ സന്തോഷത്തോടെ തലകുലുക്കി സമ്മതിച്ചു. കർഷകൻ അവരോട് യാത്ര പറഞ്ഞ് കാളവണ്ടിയിൽ കയറി യാത്രയായി. കർഷകൻ പോയതോടെ കുരങ്ങന്മാർ ഉത്സാഹത്തോടെ പണി തുടങ്ങി. അവർ കൂട്ടായി എല്ലാ കമ്പുകളും നിലത്ത് കുത്തിനിർത്തി പാടം മുഴുവൻ വെള്ളവും ഒഴിച്ചു. ആദ്യ ദിവസങ്ങളിൽ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയം തോന്നിത്തുടങ്ങി. ഒരു കുരങ്ങൻ മറ്റുള്ളവരോട് ചോദിച്ചു, വേര് വന്നോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? കർഷകൻ പറഞ്ഞത് വേര് വരുന്നതുവരെ വെള്ളമൊഴിക്കണമെന്നാണ്. മറ്റൊരു കുരങ്ങൻ അതിലും ബുദ്ധിപരമായ ഒരു മറുപടി നൽകി. അതിനെളുപ്പമുണ്ട്, നമുക്കത് പറിച്ചു നോക്കിയാൽ പോരെ, വേര് വന്നാൽ നമുക്കറിയാമല്ലോ. അങ്ങനെ കുരങ്ങന്മാരുടെ സംഘം തങ്ങളുടെ ജോലി തുടങ്ങി. എല്ലാ ദിവസവും അവർ ഓരോ കമ്പുകൾ വീതം മെല്ലെ പറിച്ചെടുത്തു നോക്കും. വേരുകൾ കാണാത്തതിനെ തുടർന്ന് അവർ നിരാശരായി വീണ്ടും അതേ സ്ഥാനത്ത് നടും. അതിനുശേഷം നിറയെ വെള്ളമൊഴിക്കും. ഈ പരിശോധന ദിവസവും തുടർന്നു. ഒടുവിൽ സംഭവിച്ചതെന്താണെന്നോ? ദിവസേനയുള്ള ഈ പറിച്ചു നടൽ കാരണം ഒരു കമ്പിനും ശരിയായി വേര് പിടിക്കാൻ കഴിഞ്ഞില്ല. കമ്പുകളെല്ലാം ഉണങ്ങി കരിഞ്ഞുപോയി. ദിവസങ്ങൾക്കു ശേഷം കർഷകൻ തിരികെ എത്തി. തന്റെ കൃഷിസ്ഥലം ഉണങ്ങിവരണ്ട് കിടക്കുന്നത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. കർഷകൻ കോപത്തോടെ കുരങ്ങന്മാരോട് കാര്യം തിരക്കി. കുരങ്ങന്മാർ അഭിമാനത്തോടെ തങ്ങൾ ചെയ്ത പരിശോധനയെപ്പറ്റി വിശദീകരിച്ചു. അങ്ങയെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ചെയ്തത് യജമാനനെ. അങ്ങ് പറഞ്ഞത് വേര് വരുന്നതുവരെ വെള്ളമൊഴിക്കാനാണ്. വേര് വന്നോ എന്നറിയാൻ ഞങ്ങൾ എന്നും പറിച്ചു നോക്കി. വേര് വരാത്തതിനാൽ വീണ്ടും നട്ടു, വെള്ളവും ഒഴിച്ചു. കർഷകൻ തന്റെ തലയിൽ കൈവച്ച് നിസ്സഹായതയോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് വിശ്വസ്തയോടെ വെള്ളമൊഴിക്കാനാണ്. അതിനു പകരം നിങ്ങൾ ഓരോ ദിവസവും വേരുകൾ മുറിച്ച് അതിന്റെ നാശം ഉറപ്പാക്കിയല്ലോ. ഒരു കാര്യം സംഭവിക്കാനായി കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ലാതെ പോയല്ലോ. ബുദ്ധിശൂന്യരായ കുരങ്ങന്മാർക്ക് അന്ന് കിട്ടിയ അടിയും ശാസനയും ഒരു പാഠമായിരുന്നു. കഥയുടെ പാഠം: ചില കാര്യങ്ങൾ സമയമെടുത്താലും വിശ്വാസത്തോടെ കാത്തിരിക്കണം. അവസരം കിട്ടും മുമ്പ് ഫലം തേടുന്നവൻ പരാജയപ്പെടും. ധൈര്യവും സഹിഷ്ണുതയും വളർച്ചയുടെ വേരുകളാണ്. ചുരുക്കത്തിൽ, വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പും ശരിയായ സമയത്തിനു വേണ്ടിയുള്ള ക്ഷമയും ധൈര്യവുമാണ് വളർച്ചയ്ക്ക് ആവശ്യം എന്നതാണ് ഈ കഥ നൽകുന്ന പാഠം.